Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മധുര പലഹാരമായിട്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവല് വെച്ചിട്ടുണ്ടാക്കുന്ന ഗുലാബ് ജാമുനാണ്. നമ്മൾ സാധാരണ റവ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും അല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവല് വെച്ചിട്ട് ഉള്ള ഒരു ഗുലാബ് ജാമുൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലോട്ട് ഞാൻ 2 കപ്പോളമുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അവല് ഞാൻ അരിപ്പയിലോട്ട് ഇട്ടതിൻ്റെ കാരണം അതിനകത്ത് അപ്പടി പൊടിയൊക്കെ കാണും ഈ ഒരു അവല്. അപ്പോൾ ആ പൊടിയൊക്കെ നമുക്കൊന്ന് ആദ്യമേ തന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഴുകുമ്പോൾ ഒത്തിരി അങ്ങ് ഒരു 6-7 തവണ കഴുകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏത് അവല് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെള്ള കളറുള്ള അവല്, കനം കുറഞ്ഞിട്ടുള്ള അവലാണ്. ഈ വെള്ള കളർ തന്നെ നിങ്ങൾക്ക് കനം കൂടിയത് എടുക്കാം. അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ള അവലൊക്കെ എടുക്കാം കേട്ടോ. ബ്രൗൺ ആകുമ്പോൾ ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടിയൊക്കെ ഇതിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. ഞാനൊരു 3 തവണയാണ് ഈ ഒരു അവലൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാൻ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ നന്നായിട്ട് കുതിർന്നിട്ടുള്ള ഈ അവല് ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കാരണം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് കുഴച്ച് ഈ ഒരു അവല് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനൊന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ അവലിൽ. എന്നാൽ നനഞ്ഞ ഒരു ഫീലിംഗ് ആണ് താനും. കണ്ടോ, നന്നായിട്ട് തന്നെ അത് നമ്മളൊന്ന് തൊടുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി. ഇതിനകത്ത് പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടുക. അതായത് 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂണോ ആയിട്ട് എടുക്കാം. ഇനി നമുക്കത് കൈ വെച്ചിട്ട് നമുക്കതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. വെള്ളം ചേർക്കാതെയാണ് ഞാനിപ്പം കുഴച്ചെടുക്കുന്നത്. കാരണം നമ്മൾ അവലിന് നല്ല നനവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുഴയ്ക്കുന്ന ഒരു സമയം അഥവാ കുറച്ച് എന്താ പറയുക ടൈറ്റായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം പാലോ, അതായത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നിങ്ങൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആവാണ് ചെയ്യുക നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ. അപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് കുഴയ്ക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് നോക്കിക്കാൻ ശരിക്കും നമ്മുടെ മാവ് നമ്മൾ പാൽപ്പൊടി, അതായത് സാധാരണ ഈ ഒരു ഗുലാബ് ജാമുന് ഉണ്ടാക്കുന്നത് പാൽപ്പൊടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് വെറും 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിനകത്തോ ഒന്നാക്കിയെടുക്കാം. അപ്പോൾ ഓവൽ ഷേപ്പിനകത്തോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിനകത്തോ. ഞാനിന്ന് സാധാരണ നമ്മുടെ ഗുലാബ് ജാമുൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല ഉരുണ്ട വലുതായിട്ടുള്ള ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉരുട്ടുന്നതിന് മുൻപ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഒന്ന്, നമ്മുടെ കയ്യിൽ നമ്മൾ നെയ്യ് ഒന്ന് തടവിയിട്ട് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. 2, കറക്റ്റ് ഒരു ബോൾ കിട്ടാനും ബോളുകൾക്ക് ഒന്ന് വിള്ളലില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 കൈകളും ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഈ ചക്രം ഉരുട്ടുന്നത് പോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും തന്നെ വിള്ളലില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഒരു വിള്ളൽ പോലും ഈ ഒരു ഗുലാബ് ജാമുന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 കൈകൾക്കിടയിൽ കിടന്നിട്ട് ഒന്ന് റോൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഓരോന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഓരോ തവണ റോൾ ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ നെയ്യ് തടവാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ബോളുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്പം വലിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2-3 എണ്ണം ചെറുതും ബാക്കിയെല്ലാം വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 കപ്പ് അവലിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും ഗുലാബ് ജാമുൻസാണ്, ഇത്രയും ഉണ്ടകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് എണ്ണ ചൂടാക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം ഓരോ ബോൾസ് അല്ല കേട്ടോ, നമുക്കൊരു 3-4 ബോൾസൊക്കെ ഒരുമിച്ചിട്ട് കൊടുക്കാം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്കിതൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യം തന്നെ ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ 3-4 വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ നമ്മളെടുക്കുന്ന തവി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും മേലേക്ക് ഒന്ന് കോരി ഒഴിച്ചുന്ന നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരുപോലെ എല്ലായിടത്തും ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ഇതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വേവും. കാരണം ഇതിനകത്തുള്ള അവലെന്ന് പറയുന്നത് അത്രയും സോഫ്റ്റുമാണ്. അതൊന്ന് വെള്ളം നനച്ചിട്ടൊക്കെ അത്യാവശ്യം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഒത്തിരി ഡാർക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കളർ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇതൊന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഡാർക്ക് ആവണ്ട, അല്പം കുറച്ച് എന്താ പറയുക ലൈറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇച്ചിരി നേരത്തെ മുന്നേ എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു 3-4-5 എണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരുമിച്ചാണ് ഒട്ടിയിരിക്കുക. കാരണം ഇത് മാവായതുകൊണ്ട് ഒട്ടിയിരിക്കും. അത് കുഴപ്പമില്ല. അതൊന്ന് ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം വിട്ടു പോകുന്നോളും. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബേസ് ഇവിടെ റെഡിയാണ്. ഇത്രയുമാണ് വറുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിട്ട് വെക്കാനുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പോളം തന്നെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒത്തിരി സിറപ്പ് എടുക്കുന്നില്ല. അതിപ്പോൾ ഒത്തിരി സിറപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടത്തോടെ കൂടെ കഴിക്കും. പിന്നെ പഞ്ചസാര ആയതുകൊണ്ട് അത് കൊള്ളത്തില്ലാത്തതും കൊണ്ടും ഞാൻ വളരെ കുറച്ച് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് കൂടുതൽ ചേർക്കാം. വെള്ളം കൂടുതൽ ചേർത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഒരു ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഏലക്ക ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആ ഒരു ഏലക്ക ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് ഏലക്ക എടുത്ത് മാറ്റും ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു കൊച്ചു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 2 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമുക്ക് ഓറഞ്ചിൻ്റെ ഫുഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെയാണ് ചേർക്കുക, കാരണം ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുണ്ട് ഈ ഒരു കളർ ഇടുന്ന ഒരു സംഭവം. അത് മഞ്ഞൾപ്പൊടിയാണ്. അത് 2 നുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്നുകൂടെ ഇതൊന്ന് ഒരു നൂല് പരുവം എന്നാണ് പറയുക. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നാണ് പറയുക ഈ ഒരു ഷുഗർ സിറപ്പ് ആവുന്ന ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ ഷുഗർ സിറപ്പ് റെഡിയാണ്. ഞാൻ ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഉണ്ടകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒത്തിരി കുഴച്ച് ഹാർഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. വളരെ പതുക്കെ ഇതുപോലെ ആ ഒരു വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ പഞ്ചസാര പാനിയിലൊക്കെ ഒന്ന് ഉരുട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു പരന്ന പാത്രം എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അതേസമയം അല്പം കുഴിയുള്ള പാത്രത്തിലാണ് നിങ്ങളൊരു പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ആ കുഴിക്കകത്ത് അതിങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കിടന്നോളും. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങളെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി പരന്ന പാത്രമാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് എല്ലായിടത്തും ഈ ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിൽ വേണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂണിൽ ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാം എടുത്ത് ഒന്ന് കോരി
ഈ നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം ഒന്ന് എന്താ പറയുക ഒന്ന് വേവിക്കാന്നല്ല, ജസ്റ്റ് ആ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അതല്ല ഇഷ്ടംപോലെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഈ ഒരു പഞ്ചസാര പാനിയിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിലാണെങ്കിലും ചെയ്യാം. ഞാനിന്നിപ്പം ഇൻസ്റ്റൻ്റ് ആണല്ലോ എല്ലാം, പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂത്രമാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും വർക്കൗട്ട് ആവും. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. 2-3 മണിക്കൂർ ഒന്നും കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു സ്പൂൺ എടുത്ത് ഈ ഒരു 1 മിനിറ്റോളം 1.5 മിനിറ്റോളം സമയം എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പഞ്ചസാര പാനി ഒന്ന് മേലോട്ടൊന്ന് കോരി ഒഴിച്ചുകൊണ്ടിരുന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 1.5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താണെങ്കിലും ഞാനൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്നൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്, അതും സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പാൽപ്പൊടി ചേർക്കണ്ട. അന്നേരം ആ ഗോതമ്പ് പൊടിയുടെ അളവ് ഒന്ന് കൂട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നോക്കിക്ക് കാണാനും കഴിക്കാനും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള ഈ ഒരു ഗുലാബ് ജാമുൻ ഇന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് അവലാണ്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാൽപ്പൊടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് അവൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ റവ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ സ്വാദ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അവൽ വെച്ചുണ്ടാക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ അല്പം ഷുഗർ സിറപ്പ്, അതായത് ഞാൻ ഈ ഒരു ഗുലാബ് ജാമുൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഷുഗർ സിറപ്പ് വേറൊരു പാത്രത്തിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് ഞാൻ അല്പം ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പം ഒത്തിരി ആ ഒരു ഷുഗറിൻ്റെ സിറപ്പ് നമ്മുടെ വയറ്റിൽ ചെല്ലത്തില്ല എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഞാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്ലേറ്റിലാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഷുഗർ സിറപ്പ് എല്ലാം കുറേ എടുത്ത് അതിനകത്ത് ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റുന്നുണ്ട്. അല്പം പേരിന് ഒരു 1-2 ടീസ്പൂണോളമുള്ള ഈ ഒരു ഷുഗർ സിറപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ അകക്ക് എങ്ങനെ ഇരിക്കണേന്നുള്ളത്. കണ്ടോ, നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. നമുക്കിതൊരു 2-3 മണിക്കൂറൊന്നും ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഈ പറഞ്ഞ കൊച്ചു സൂത്രം വഴി നിങ്ങൾ ചെയ്താൽ മതി. ഒരു 1.5 മിനിറ്റോളം ഒന്ന് നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.